നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. നിലമ്പൂർ കോവിലകം പാറക്കടവിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ആളെ തിരിച്ചറിഞ്ഞു. വണ്ടൂർ പാലമടം പുരവള്ളി ഹൌസിൽ ബാലൻ എന്ന 70-കാരനാണ് മരിച്ചത്. വയസ്സുകാരിക്ക് പാമ്പ് കടിയേറ്റു. മമ്പാട് മേപ്പാടം ചെറുകാട് അബ്ദുൽ സലാമിന്റെ മകൾ സന മറിയത്തിനാണ് പാമ്പ് കടിയേറ്റത്. കാടിന്റെ മക്കൾക്ക് സിനിമയുടെ ലോകം തുറന്നു കാട്ടിയ ദൃശ്യകം ചലച്ചിത്രാസ്വാദന ശില്പശാലയ്ക്ക് കുടിയിറങ്ങി. നിലമ്പൂർ നഗരസഭയിലെ 42 അങ്കണവാടികളിലും നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അങ്കണവാടി ഗുണനിലവാര ശുചിത്വ സുരക്ഷാ പരിശോധനയ്ക്ക് തുടക്കമായി. കുട്ടികളുടെ അഭിരുചി കണ്ടെത്തി ജീവിത വിജയം നേടുന്നതിന് സഹായഹസ്തവുമായി നിലമ്പൂർ നഗരസഭ. ഇതിനായി ഈ മാസം കരിയർ ഗൈഡൻസ് ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ. വാർത്തകൾ വിശദമായി. നിലമ്പൂർ കോവിലകം പാറക്കടവിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ആളെ തിരിച്ചറിഞ്ഞു. വണ്ടൂർ പാലമടം പുരവള്ളി ഹൌസിൽ ബാലൻ എന്ന 70-കാരനാണ് മരിച്ചത്. ഇന്ന് രാവിലെ പുഴയിൽ കുളിക്കാനെത്തിയവരാണ് മൃതദേഹം കണ്ടത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് നിലമ്പൂർ പോലീസ് സ്ഥലത്തെത്തി. പോലീസിന്റെ അന്വേഷണത്തിലാണ് പാലാമടം സ്വദേശിയാണെന്ന് തിരിച്ചറിഞ്ഞത്. മക്കൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇന്നലെയാണ് ഇയാൾ വീട്ടിൽ നിന്നും പോകുന്നത്. ഇടയ്ക്കിടെ ഇത്തരത്തിൽ 1-2 ദിവസം യാത്ര കഴിഞ്ഞാണ് വീട്ടിൽ തിരിച്ചെത്താറുള്ളത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. 7 വയസ്സുകാരിക്ക് പാമ്പ് കടിയേറ്റു. മമ്പാട് മേപ്പാടം ചെറുകാട് അബ്ദുൽ സലാമിന്റെ മകൾ സന മറിയത്തിനാണ് പാമ്പ് കടിയേറ്റത്. സന നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. വീടിനടുത്ത വയലിൽ വെച്ചാണ് കുഞ്ഞിന് പാമ്പിന്റെ കടിയേറ്റതെന്ന് പിതാവ് അബ്ദുൽ സലാം പറഞ്ഞു. ഇതിനിടെ പാമ്പിനെ കാണുകയും ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെ ആടിനെ മേയ്ക്കുവാൻ പോയ സലാമിനെ തേടി സന എത്തുകയായിരുന്നു. പാമ്പുണ്ടെന്ന് വിളിച്ചു പറഞ്ഞെങ്കിലും മുന്നോട്ട് വന്ന കുട്ടിയെ പാമ്പ് കടിക്കുകയായിരുന്നു എന്നാണ് അബ്ദുൽ സലാം പറയുന്നത്. പിന്നെ ആടിനെ മേയാൻ വേണ്ടി പോയിരുന്നു. ഞാൻ പോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ വരുന്നത്. അവർ വന്ന് പാമ്പ് ആദ്യം തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കാലിൻ്റെ ചോട്ട് കൂടെയാണ് പോയത് പാമ്പ്. അപ്പോൾ അവള് പോകുന്നു. പിന്നെ പാമ്പിനിട്ട് കടിച്ചതെന്ന് തോന്നുന്നുണ്ട്. കഴിഞ്ഞ് കടിച്ച പാമ്പിനെ ചവിട്ടിയപ്പോൾ കടിക്കണമൊക്കെ ഞാൻ കണ്ടതാണ്. പാമ്പിനെയും കണ്ടതാണ്. കിട്ടിയില്ല. നല്ല പുല്ലുള്ള സ്ഥലമാണ് അവിടെ. അവനെ കണ്ടെന്നല്ല പിന്നെ കണ്ടില്ല. അങ്ങനെ ഓടി വീട്ടിലേക്ക് ഓടിപ്പോയി. അരമണിക്കൂർ കൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തിച്ച് അങ്ങനെ സംഭവിച്ചുള്ളൂ. ഡോക്ടർ പറഞ്ഞാൽ ഓരോ മണിക്കൂർ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യണം രക്തം. പിന്നെ ഇവിടെ ഒരു 24 മണിക്കൂർ ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. പരിശോധനകൾ നടത്തി ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് കുട്ടി. കാടിന്റെ മക്കൾക്ക് സിനിമയുടെ ലോകം തുറന്നു കാട്ടിയ ദൃശ്യകം ചലച്ചിത്രാസ്വാദന ശില്പശാലയ്ക്ക് കുടിയിറങ്ങി. സമാപന സമ്മേളനം ആര്യടൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. നാടിനെ കുറിച്ച് അഭിമാനത്തോടു കൂടി പറയാൻ എനിക്ക് ഒരു അവസരം കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ആർക്കും അവസരം കിട്ടാം. ഇതൊക്കെ ഡോക്ടറേറ്റ് ഉള്ളവരാണ്. ബോബ് ഡോക്ടറേറ്റ് ഉള്ളവരാണ്. ഇത് സഞ്ജയ് ഡോക്ടറേറ്റ് ഉള്ളതാണ്. ബാബു ഡോക്ടറേറ്റ് ഉള്ളതാണ്. അതിന്റെ അപ്പുറത്ത് ഇരിക്കുന്ന രാജേഷ് ഡോക്ടർ ഒക്കെ 4 ഡോക്ടറേറ്റ് ലഭിച്ചവരാണ്. ഡോക്ടറേറ്റ് വെറുതെ കിട്ടുന്നതല്ലല്ലോ. ഇവർക്ക് ആർക്കും അങ്ങനെ ഒരു അവസരം കിട്ടിയ ചോദിക്കും. അപ്പൊ നിങ്ങൾ വിചാരിച്ചാൽ, നിങ്ങൾ അതിന് പരിശ്രമിച്ചാൽ നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കും. എന്നെ കൊണ്ട് കഴിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ പിറകിൽ നിന്നാൽ നിങ്ങൾ എന്നും പിറകിലായിരിക്കും. ഒരിക്കലും നിങ്ങൾക്ക് മുന്നിലേക്ക് വരാൻ കഴിയില്ല. ഞാൻ പിറകിലല്ല, എന്നെ കൊണ്ട് കഴിയും. ഈ അവസരം എനിക്ക് ഉപയോഗിക്കേണ്ടതാണ് എന്ന തീരുമാനമാണ് ഇവിടെ നിന്ന് പോകുമ്പോൾ നിങ്ങൾ എടുക്കേണ്ടത്. MLAയുടെ നേതൃത്വത്തിലുള്ള സമഗ്ര വികസന പദ്ധതിയായ വികാസ് വിഷൻ 2040 നേതൃത്വത്തിൽ നിലമ്പൂർ നഗരസഭയും ഡയറ്റും IDFC ഫൗണ്ടേഷനും ചേർന്നാണ് ആദിവാസി ഗോത്ര വിഭാഗത്തിലെ 50 വിദ്യാർത്ഥികൾക്കായി 3 ദിവസം നീണ്ട ശില്പശാല നടത്തിയത്.
ക്യാമ്പ് അംഗങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും നിർവഹിച്ചു. നഗരസഭ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് അധ്യക്ഷയായി. മലപ്പുറം ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ KP രാജേഷ് മുഖ്യ പ്രഭാഷണം നടത്തി. IDFC ഫൗണ്ടേഷൻ MD തോമസ്, നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മുസ്തഫ കളത്തുംപടിക്കൽ, സ്മിത മോൾ, നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ S സഞ്ജയ് കുമാർ, ക്യാമ്പ് കോർഡിനേറ്റർ ഡോക്ടർ ബാബു വർഗീസ്, ക്യാമ്പ് ഡയറക്ടർ ഡോക്ടർ S ഗോപു, സയന്റിസ്റ്റ് ഡോക്ടർ മല്ലികാർജുൻ, V ഫസീല, NK അജിത, EV സരിത എന്നിവർ സംസാരിച്ചു. ചലച്ചിത്രത്തിന്റെ ആസ്വാദന പാഠങ്ങൾ എന്ന വിഷയത്തിൽ മുഹമ്മദ് മൊണ്ടാഷ്, പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന വിഷയത്തിൽ ഡോക്ടർ T തസ്ലീമ, നോൺ ഫീച്ചർ സിനിമ എന്ന വിഷയത്തിൽ മധു ജനാർദ്ദനൻ എന്നിവർ ക്ലാസ് എടുത്തു. നിലമ്പൂർ നഗരസഭയിലെ 42 അങ്കണവാടികളിലും നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അങ്കണവാടി ഗുണനിലവാര ശുചിത്വ സുരക്ഷാ പരിശോധനയ്ക്ക് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടിയുടെ പരിശോധനയാണ്. നഗരസഭയിലുള്ള മുഴുവൻ അംഗൻവാടികൾക്കും പരിശോധന ആവശ്യമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നാനുള്ള കാരണം നമ്മുടെ സമൂഹത്തിലെ ഏതൊരു പൗരനും വളർന്നു വരുന്ന അവരുടെ ചെറുപ്രായത്തിൽ അവർ കിട്ടുന്ന എല്ലാ കാര്യത്തിലും മാനസികമായാണെങ്കിലും ശാരീരികമായാണെങ്കിലും ഭൗതികമായാണെങ്കിലും അവർക്ക് കിട്ടുന്ന പരിശീലനം, ക്ലാസ്, പിന്നെ ചിട്ടയായിട്ടുള്ള ജീവിതം, അച്ചടക്കം, ലൈഫിലുള്ള അച്ചടക്കം, ഇതൊക്കെ ചെറുപ്രായത്തിൽ തന്നെ കിട്ടണം. ഈ കൊച്ചുവൻ്റെ കയ്യിൽ കിട്ടുന്ന കളിമണ്ണ് പോലെയാണ് കുട്ടികൾ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്ന് പറയുക. ആ കളിമണ്ണ് ഏത് രൂപത്തിൽ വാർത്തെടുക്കണോ ആ രൂപത്തിൽ കുശവന് എന്ന് പറയുന്നത് അതാണെന്ന് പറയണമെങ്കിൽ തന്നെ ആർട്ടിസ്റ്റ് എങ്ങനെയാണ് അത് രൂപപ്പെടുത്തിയെടുക്കണം, അതേപോലെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന കുട്ടികളെ അവൻ ഭൗതികമായി ഉയരണം, അവൻ പിന്നെ സ്പോർട്സിൽ, സ്പോർട്സിൽ എതിരാണ് അവൻ കഴിവുള്ളവരാവണം എന്നൊക്കെ ചിന്തിക്കാൻ ഇവിടുന്ന് കൊടുക്കുന്ന പരിശീലനം, ഒപ്പം നമ്മുടെ വീട്ടുകാരുടെ ശ്രദ്ധയും കൂടി ഉണ്ടെങ്കിൽ അതുപോലെ ചാനലൈസ് ചെയ്യാൻ പറ്റും. മഴ തുടങ്ങുന്നതിന് മുൻപായി അംഗനവാടികളുടെ പരിസര ശുചിത്വവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനും അടുക്കളയും പാത്രങ്ങളും ശുചിയായി സൂക്ഷിക്കുക, കൊതുക്, ഈച്ച തുടങ്ങിയവയുടെ നിയന്ത്രണം, ശുദ്ധമായ കുടിവെള്ള സൗകര്യം, ഉപയോഗയോഗ്യമായ വൃത്തിയുള്ള ശൗചാലയം തുടങ്ങിയവ ഉറപ്പുവരുത്തുന്നതിന് നടപടികൾ സ്വീകരിക്കുന്നതിനും പരിശോധന ലക്ഷ്യമിടുന്നു. കൂടാതെ കുട്ടികൾക്ക് ഇരിക്കുവാനും പഠിക്കുവാനുമുള്ള സ്ഥല സൗകര്യം, പാചക സൗകര്യം, പുതിയ കെട്ടിടം, നവീകരണം ആവശ്യമുള്ള അംഗനവാടികൾ, കൂടുതൽ പഠന ഉപകരണങ്ങൾ ആവശ്യമുള്ള അംഗനവാടികൾ എന്നിവ അടക്കം പരിശോധനയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുസ്തഫ കളത്തുംപടിക്കൽ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി ചെയർമാൻമാരായ സ്മിത മോൾ, സുരേഷ് പാത്തിപ്പാറ, മേരീസ് ഷിബു, ICDS സൂപ്പർവൈസർമാരായ സലീന ജോസഫ്, നിമി K എബ്രഹാം, കൗൺസിലർമാരായ റസിയ അള്ളമ്പാടം, PK ഉമ്മർനാണി, ഫ്രാൻസിസ്, ഷഫീഖ് മണലോടി, ജഷീല മൊയ്ക്കൽ, റുബീന PP, പത്മിനി ലോകദാസ് എന്നിവരും പർവീസ് CK, സലീന P, റോസമ ടീച്ചർ, ആശ, സുബൈദ എന്നിവരും സംസാരിച്ചു. കുട്ടികളുടെ അഭിരുചി കണ്ടെത്തി ജീവിത വിജയം നേടുന്നതിന് സഹായ ഹസ്തവുമായി നിലമ്പൂർ നഗരസഭ. ഇതിനായി ഈ മാസം 19-ന് നിലമ്പൂർ OCK ഓഡിറ്റോറിയത്തിൽ കരിയർ ഗൈഡൻസ് ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് പറഞ്ഞു. നിലമ്പൂർ നഗരസഭയും നമ്മുടെ നാട്ടിലെ അനുഭവ സമ്പത്തുള്ള ഏതാനും സൈക്കോളജിസ്റ്റുമായി ചേർന്ന് ഈ വരുന്ന 19-ാം തീയതി, മെയ് മാസം 19-ാം തീയതി 9 മണി മുതൽ OCK ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്ന കരിയർ ഗൈഡൻസിനെ കുറിച്ച് പറയാനാണ് ഇങ്ങനെ ഒരു യോഗം വിളിച്ചു ചേർത്തത്. പഴയ കാലത്തെ പോലെ നമ്മുടെ കുട്ടികൾ അച്ഛനമ്മമാർ പറയുന്ന കോഴ്സ് തിരഞ്ഞെടുക്കുകയോ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കരിയർ തിരഞ്ഞെടുക്കാനോ ഇന്ന് ഇഷ്ടപ്പെടുന്നില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ അഭിരുചി ആദ്യം നോക്കി അവർക്ക് ഏതിലാണ്, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള അഭിരുചി ടെസ്റ്റ് ഇവിടെ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അവരിഷ്ടപ്പെടുന്ന കരിയർ ഏതെന്ന് അവർക്കൊരു ഗൈഡൻസ് കൊടുക്കാനും 19-ാം തീയതിയിലെ യോഗം ഈ ശില്പശാല ലക്ഷ്യമിടുന്നുണ്ട്. വളരെ ഫലപ്രദമായി ഈ സമയം വിനിയോഗിക്കാനും അത് പരമാവധി നമ്മുടെ +2 കഴിഞ്ഞ കുട്ടികളിലേക്ക് അറിയിക്കാനും വേണ്ടിയാണ് നഗരസഭ ഇതുപോലൊരു പത്രസമ്മേളനം വിളിച്ചത്. മേഖലയിലെ സൈക്കോളജിസ്റ്റുമാരുടെ കൂട്ടായ്മയുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാവിലെ 9 മുതൽ ആരംഭിക്കുന്ന ക്യാമ്പ് ആര്യാടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്യും. ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് സൗജന്യമായാണ് ക്ലാസുകൾ നടത്തുന്നത്. 500ഓളം കുട്ടികൾ പങ്കെടുക്കും. നേരത്തെ നടത്തിയ കൗൺസിലിംഗിൽ പങ്കെടുത്തവർ ജോലിയുമായി ബന്ധപ്പെട്ട വിവിധ മാനസിക വിഷയങ്ങൾ പങ്കുവച്ചിരുന്നുവെന്നും ഇതേ തുടർന്നാണ് ഇത്തരത്തിലൊരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിലേക്ക് എത്തിയതെന്നും സംഘാടകരിൽ ഒരാളായ സൈക്കോളജിസ്റ്റ് മുഹമ്മദ് ഫാദിൽ പറഞ്ഞു. കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരുപാട് പേര് ജോലിയിലുള്ള ബുദ്ധിമുട്ടുകൾ പറയാറുണ്ട്, സ്ട്രെസ്, ബേൺ ഔട്ട് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ടൊരു പാഷനേറ്റഡ് അല്ലാണ്ട് ജോലിയിലോട്ട് കയറിയവരാണ് കൂടുതലും ഈ ഒരു കാര്യങ്ങൾ പറയാറുള്ളത്. അപ്പം അവർക്കൊരു കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ്
ചെറുപ്പത്തിലെ +2 കഴിഞ്ഞ് ആ സമയത്തിന് നല്ലൊരു ഗൈഡൻസ് അവർക്ക് കിട്ടിയാൽ, നല്ലൊരു ജോലിയിലോട്ട് അവർ കയറി കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ വരെ നമുക്ക് പരിഹരിക്കപ്പെടാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നഗരസഭയുടെ കീഴിൽ ഇതുപോലൊരു പ്രോഗ്രാമിന് നമ്മൾ കരിയർ ഗൈഡൻസ് ക്ലാസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് 9562662277 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കൗൺസിലർമാരായ AT ഫ്രാൻസിസ്, ഷഫീഖ് മണലോടി, ജഷീൽ മൊയ്ക്കൽ, റീന എന്നിവരും സംബന്ധിച്ചു. കഴിഞ്ഞ 10 വർഷമായി വിദ്യാഭ്യാസ രംഗത്ത് ഇടത് സർക്കാർ അശാസ്ത്രീയ പരിഷ്കാരങ്ങൾ നടത്തിയാണ് വിദ്യാഭ്യാസ രംഗം പിന്നോട്ടടിക്കാൻ കാരണമെന്ന് നിയുക്ത MLA TP അഷ്റഫ് അലി. കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് ക്യാമ്പ് നാട്ടുകാണി ആനമറി മൗണ്ടൻ പാസ് റെസിഡൻസിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സർക്കാർ വിദ്യാഭ്യാസം പാർട്ടിവൽക്കരിച്ചു. അധ്യാപകർ കൂടുതൽ ക്രിയാത്മകമായിരിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് കോട്ട വീരാൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് KM അബ്ദുള്ള മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ഭാരവാഹികളായ സിദ്ദിഖ് പറക്കോട്, മജീദ് കാടേങ്ങൽ, PKM ഷഹീദ്, PV ഹുസൈൻ, NK ഷാഹിന, MP ഷരീഫ, KA അബ്ദുൽ മനാഫ്, നിലമ്പൂർ മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കുഞ്ഞു മച്ചിങ്ങൽ, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലത്തീഫ് മണിമൂളി, ജനറൽ സെക്രട്ടറി സഫ്തർ അലി വാളൻ, ട്രഷറർ AM ഷംസുദ്ദീൻ, ഓർഗനൈസിംഗ് സെക്രട്ടറി AK നാസർ, സീനിയർ വൈസ് പ്രസിഡന്റ് KP ജലീൽ, അസോസിയേറ്റ് സെക്രട്ടറി ജലീൽ വൈരങ്കോട്, KT ഷിഹാബ്, M സലീം, C മുനീർ, KT അലവിക്കുട്ടി, വിനാസർ, K അർഷദ്, TPA റഷീദ്, സാദിഖ് അലി ചീക്കോട്, CH ഇബ്രാഹിം, സാജിദ് കുറ്റിപ്പുറം, TP സുബൈർ, നസീറ കേശ്ശേരി, K നദീറ, ജസ്മൽ പുതിയറ, P മുഹമ്മദ് ഷമീം എന്നിവർ വിവിധ സെഷനുകളിൽ സംസാരിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച മിനി ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ ഉദ്ഘാടനം കരുളായി ഗ്രാമപഞ്ചായത്തിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കരുളായി ഗ്രാമപഞ്ചായത്തിലെ വിവിധ SC നഗരങ്ങളിലേക്ക് അനുവദിച്ച 6 മിനി ഹൈമാസ് ലൈറ്റുകളുടെ ഉദ്ഘാടനമാണ് നടന്നത്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം, ചൂക്കാട് ഡിവിഷൻ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ റെഹാനത്ത് കുറുമാടൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡിൽ പ്രതിഷേധിച്ച നിലമ്പൂരിൽ CITU കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചു. ശിവാത്മജൻ ഉദ്ഘാടനം ചെയ്തു. അയ്യൂബ്, TP യൂസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റുമാരുടെ മലപ്പുറം ജില്ലാതല സംഗമം മഹിളാ പ്രധാനം 2026 ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്തു. കൂട്ടിലങ്ങാടി റെയിൻബോ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ ദേശീയ സമ്പാദ്യ പദ്ധതി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ M ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മങ്കട നിയുക്ത MLA മഞ്ചളാംകുഴി അലി മുഖ്യപ്രഭാഷണം നടത്തി. സമൂഹത്തിനും നാടിനും ഉപകാരമാകുന്ന സേവനമാണ് ചെയ്യുന്നത്. മറ്റു ജോലികളിൽ നിന്നും വ്യത്യസ്തമായി വർക്ക് ഇസ് വർഷിപ്പ് അഥവാ തൊഴിൽ ഒരു ആരാധനയാണെന്ന് പറയുന്നത് പോലെ നാടിനും സമൂഹത്തിനും വേണ്ടി ചെയ്യുന്ന ഈ നന്മ നിറഞ്ഞ പ്രവർത്തനം അഭിനന്ദനാർഹമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ MP പറഞ്ഞു. മാത്രമല്ല ആവശ്യമായ എല്ലാ സഹായങ്ങളും സൗകര്യങ്ങളും ലഭ്യമാക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ജില്ലാ ദേശീയ സമ്പാദ്യ പദ്ധതി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ജിതിൻ K ജോൺ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ ദേശീയ സമ്പാദ്യ പദ്ധതി വകുപ്പ് ഡയറക്ടർ R പ്രദീപ് കുമാർ ഏജന്റ്സ് യൂട്യൂബ് ചാനൽ ഉദ്ഘാടനം ചെയ്തു. മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV ജുവൈരിയ ടീച്ചർ സുവനീർ പ്രകാശനം ചെയ്തു. ജില്ലയിലെ മികച്ച ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റുമാരെ ആദരിച്ചു. സംഗമത്തിനോടനുബന്ധിച്ച് ബ്ലോക്കുകൾക്കായി നടത്തുന്ന ഷോർട്ട് ഡോക്യുമെന്ററി മത്സരത്തിലെ മികച്ച വീഡിയോ പ്രദർശനവും ഏജന്റുമാരുടെ കലാപരിപാടികളും നടന്നു. ദേശീയ സമ്പാദ്യ പദ്ധതി വകുപ്പ് അഡീഷണൽ ഡയറക്ടർ P അജിത് കുമാർ, തിരൂർ പോസ്റ്റൽ ഡിവിഷൻ സൂപ്രണ്ട് MK ഇന്ദിര, മഞ്ചേരി പോസ്റ്റൽ ഡിവിഷൻ സൂപ്രണ്ട് VJ രജനി, അഖില കേരള മഹിളാ പ്രധാൻ ഏജന്റ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സുമ, നാഷണൽ സേവിംഗ്സ് ഏജന്റ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി MP ബിന്ദു മോൾ, മലപ്പുറം സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് ഉപ്പൂടൻ ഷൌക്കത്ത്, ജില്ലാ ദേശീയ സമ്പാദ്യ പദ്ധതി വകുപ്പ് ക്ലാർക്ക് നഷീദ മോൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് കാലിക്കറ്റ് എംബാർക്കേഷൻ പോയിന്റിൽ നിന്നും സൗദി അറേബ്യയിലേക്ക് യാത്രയാകുന്ന തീർത്ഥാടകരുടെ യാത്രാ സൗകര്യങ്ങളും മുന്നൊരുക്കങ്ങളുടെ പുരോഗതിയും ചർച്ച ചെയ്യുന്നതിനായി എയർപോർട്ട് ഡയറക്ടർ മുകേഷ് യാദവിന്റെ അധ്യക്ഷതയിൽ കാലിക്കറ്റ് എയർപോർട്ട് കോൺഫറൻസ് ഹാളിൽ വിവിധ എയർപോർട്ട് ഏജൻസികളുടെയും യോഗം ചേർന്നു.
കരിപ്പൂർ വിമാനത്താവളം മുഖേന യാത്ര പുറപ്പെടുന്ന ഹാജിമാരുടെ ആദ്യ വിമാനം 2026 മെയ് 14 പുലർച്ചെ 12:20 പുറപ്പെടും. മെയ് 17 കരിപ്പൂരിൽ നിന്നുള്ള അവസാന വിമാനം. ആകാശ എയർലൈൻസിന്റെ 7 സർവീസുകളാണ് കോഴിക്കോട് നിന്നുമുള്ളത്. തീർത്ഥാടകരുടെ യാത്രയുമായി സംബന്ധിച്ച് വിപുലമായ ഒരുക്കങ്ങളാണ് തയ്യാറാകുന്നത്. വിമാനത്താവളത്തിൽ ലഗേജ് സ്വീകരിക്കുന്നതിന് പ്രത്യേകം കൗണ്ടർ ഏർപ്പെടുത്തും. ഹാജിമാർ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്ത് അവരുടെ ലഗേജുകൾ എയർലൈൻസ് അധികൃതർക്ക് കൈമാറണം. 2 ബാഗുകളിലായി പരമാവധി മൊത്തം 35 കിലോഗ്രാമാണ് എയർലൈൻസ് കോഴിക്കോട് നിന്നും അനുവദിക്കുക. ഹാൻഡ് ബാഗ് 7 കിലോഗ്രാമാണ്. എയർപോർട്ടിലെ ഓരോ വിമാനത്തിന്റെയും ലഗേജുകൾ കൈമാറുന്നതുവരെ അതാത് തീർത്ഥാടകരുടെ താൽക്കാലിക വിശ്രമത്തിന് പ്രത്യേക ഇരിപ്പിടവും സജ്ജമാക്കും. ലഗേജുകൾ കൈമാറിയ ശേഷം ഹാജിമാർ ഹജ്ജ് ഹൌസിലേക്ക് ബസ്സിലെത്തിക്കും. മുൻവർഷത്തെ പോലെ തന്നെ ഈ വർഷവും കൂടുതൽ കാര്യക്ഷമമായി സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും ഹാജിമാരുടെ സുഗമമായ യാത്ര ഉറപ്പുവരുത്തുമെന്നും എയർപോർട്ട് ഡയറക്ടർ അറിയിച്ചു. എയർപോർട്ട് അതോറിറ്റി, എയർലൈൻസ്, കസ്റ്റംസ്, CISF, എമിഗ്രേഷൻ തുടങ്ങി എയർപോർട്ടിലെ എല്ലാ വിഭാഗങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ സംബന്ധിച്ചു. കാലിക്കറ്റ് എയർപോർട്ട് ഡയറക്ടർ മുകേഷ് യാദവ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹജ്ജ് കമ്മിറ്റി, CISF കമാൻഡർ JS റാത്തോഡ്, അസിസ്റ്റന്റ് കമാൻഡർ സുനിൽ റജ്വാർ, അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ കക്കൂത്ത്, ഹജ്ജ് നോഡൽ ഓഫീസർ PK അസൈൻ, മുഹമ്മദ് ഷഫീഖ്, ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ടിജോ ജോസഫ്, എയർപോർട്ട് ഡെപ്യൂട്ടി ജനറൽ മാനേജർ സുനിത വർഗീസ്, മോണ്ടി ജോർജ്, DDM ഓപ്പറേഷൻ ഋഷികുമാർ, ആകാശ എയർലൈൻസ് ഷീലാജിത്ത്, ഡെപ്യൂട്ടി സെക്യൂരിറ്റി മാനേജർ അനീഷ് മാത്യു, ഇൻഡോ തായ്, യു മുഹമ്മദ് റയീഫ്, അബ്ദുൽ മജീദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.